കഥയിലേക്ക് നമ്മുടെ തങ്കൻ ചേട്ടനും കൂടെ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ തങ്കൻ ചേട്ടൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേണു സുധിയുടെ അച്ഛനാണ്. അപ്പോൾ രേണു സുധിയുടെ അച്ഛൻ തങ്കൻ ചേട്ടൻ ഇന്നിപ്പം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇൻ്റർവ്യൂവിൽ ഭയങ്കര കലിപ്പാണ്. കലിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആളെ ഇങ്ങനെ മുമ്പിൽ കിട്ടിയിട്ട് ഇടിക്കാനുള്ള ആ ഒരു മൈൻഡ്, ഒറ്റ മൈൻഡ് എന്ന് പറയില്ലേ, ആ ഒരു സെറ്റപ്പിലാണ് തങ്കൻ ചേട്ടൻ ഉണ്ടായിരുന്നത്. വേറൊന്നുമല്ല, അതായത് ഈ തങ്കൻ ചേട്ടനും രേണു സുധീൻ്റെ കുട്ടികൾക്കും വേണ്ടിയിട്ട് കുറേ പേര് ചേർന്നിട്ടൊരു വീട് വെച്ച് കൊടുത്തു. ആ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി ആ വീട് വെച്ച് തന്നവരെ കൂട്ടിയിടിക്കും എന്നുള്ളതാണ് തങ്കഞ്ചേട്ടൻ പറയുന്നത്. അപ്പോൾ തങ്കഞ്ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നേരിട്ട് പോയിട്ട് നോക്കാനാണ് തങ്കഞ്ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് പിക്ചറെല്ലാം കൂടെ കാണിച്ചിട്ടുണ്ട്. അതായത് കുറച്ച് വെള്ളം വീഴുന്നതിൻ്റെ ഫോട്ടോ, പിന്നെ അവിടെ ഇവിടെ മതിൽ പൊളിഞ്ഞതിൻ്റെ ഫോട്ടോ, മതിൽ വിണ്ട് കയറിയതിൻ്റെ ഫോട്ടോ, ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന തങ്കച്ചേട്ടൻ പറയുന്നത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും കൂടി രേണു സുധീൻ്റെ വീട് കാണാൻ വേണ്ടി പോകേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം രേണു സുധീൻ്റെ ആദ്യ മകനായിട്ടുള്ള കിച്ചു ഒരു വീഡിയോ ഇട്ടു. അതിലാണ് മൊത്തം പരിപാടികൾ കിടക്കുന്നത്. അതായത് കിച്ചു ഇവരുടെ ഇപ്പോഴത്തെ പുതിയ വീട്ടിലേക്ക് വരികയുണ്ടായി. അങ്ങനെ ഋതപ്പനുമായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ കണ്ടിട്ട് നാട്ടുകാർ മൊത്തം ചീത്ത പറയാൻ വേണ്ടി തുടങ്ങി. കമൻറ്റ് ബോക്സ് നിറച്ചും പറയുകയാണ്, എന്നാണ് രേണു ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി കൂട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കമൻ്റ് ഇടാൻ വേണ്ടി തുടങ്ങി. അപ്പം ഇത് നമ്മുടെ രേണു ചേച്ചിക്ക് അത് പിടിച്ചില്ല. അപ്പം രേണു അടുത്ത ദിവസം തന്നെ, അതുവരെ ആരും ചോദിക്കാത്തൊരു ചോദ്യം ഒരു മീഡിയ നമ്മുടെ രേണുവിനോട് ചോദിക്കുകയാണ്. അതായത് വീട് ചോരുന്നുണ്ടോന്ന്. ഈ ചോദ്യം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് പിടുത്തം കിട്ടാത്തത്. അതായത് ഇങ്ങനെ എയറിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന് ചോദിക്കൂലേ, അതേപോലെ ഇപ്പോൾ ഒരാൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ വീടിനെക്കുറിച്ച് ഇപ്പം എങ്ങനെയുണ്ട് വീട് കൊള്ളാമോ, അല്ലെങ്കിൽ അടിപൊളിയായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ, ഇങ്ങനെയുണ്ട്, സൂപ്പറാണോ എന്നൊക്കെ ചോദിക്കാൻ സ്വാഭാവികം. പക്ഷേ ഇയാൾ വന്ന് ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി രേണു പറയാണ്, അയ്യോ വീടൊക്കെ നല്ല പോലെ ചോർന്നുകൊണ്ടിരിക്കുകയാണ്, ചോരുന്നുണ്ട്, നല്ലോണം ചോരുന്നുണ്ടാ, എന്ത് ചെയ്യാനാ. അതായത് രേണു അറിഞ്ഞിട്ടില്ല. രേണുവും ഈ പറയുന്ന മീഡിയക്കാരനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അതൊന്നുമല്ല. രേണു അറിയാതെ ഈ പറയുന്ന മീഡിയ ഈ രേണുവിൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ ചോർച്ചേനെക്കുറിച്ച് അറിഞ്ഞു. അതായത് ഇങ്ങനെ കണ്ടു എന്ന് തോന്നുന്നു. അപ്പം രേണുവിനോട് ചോദിച്ചതാണ്, രേണു എങ്ങനെയുണ്ട് ചോർച്ച, കൊള്ളാമോ, അതായത് ചോർച്ചയുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പം രേണു ആകെ വിഷമിച്ചു പോയി. അങ്ങനെ രേണു പറയുകയാണ്, വീട് നിറച്ചും ചോർച്ചയാണ്, മഴ വന്നിട്ടുണ്ട്, ഇരിക്കാൻ പറ്റില്ല, ഇതൊക്കെ കൊണ്ടാണ് വീട് മര്യാദയ്ക്ക് നോക്കാൻ പറ്റാത്തത്, വീട് അലങ്കോലമായിരിക്കുന്നത് ചോർച്ച കാരണമാണ് എന്നുള്ള രീതിയിലൊക്കെ രേണു അവിടെ കഥ പറഞ്ഞു. ഓക്കെ, അപ്പോഴത്തേക്കും ചങ്ങായിമാരെ ഈ കഥ കേട്ടപ്പോഴത്തേക്കും ഈ വീട് വെച്ചു കൊടുത്ത ടീമില്ലേ, അവർക്കാകെ പണിയായില്ലേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാരോട് മൊത്തം പിരിവ് എടുത്തിട്ട് ഇവർക്കൊരു ഉപകാരം പോലെ വെച്ചു കൊടുത്ത വീട്, ഓക്കെ, അല്ലെങ്കിൽ ഒരു സഹായം പോലെ വെച്ചു കൊടുത്ത വീട്, ആ വീടിന് ഇങ്ങനെ ചോർച്ച ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കേട്ടോണ്ട് നിൽക്കുമോ? ഇല്ലല്ലോ. അപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഫിറോസ് വന്നിട്ട് പറഞ്ഞു, ഫിറോസ് എന്നാണ് ഈ വീട് വെച്ചു കൊടുത്ത കമ്പനീൻ്റെ ഓണറുടെ പേര്, ഓക്കെ, പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ വിചാരിച്ചില്ല. അതായത് അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അന്നേരം വിളിക്കലാണ് പോലും. അതായത് ഒരു സഹായത്തിന് ഇവർ വീട് വെച്ച് കൊടുത്തു, ഓക്കെ, ആ വീട്ടിലൊരു ഈച്ച പാറിയാൽ അന്നേരം ഇവരെ വിളിച്ച് പറയലാണ് രേണു സുധീൻ്റെ അച്ഛൻ്റെ പരിപാടി എന്നാണ് ഫിറോസ് പറഞ്ഞത്. അങ്ങനെ അവിടെ ബൾബ് കത്തുന്നില്ല, പിന്നെ മോട്ടർ കത്തിപ്പോയി, പിന്നെന്താണ് ഫാൻ കറങ്ങുന്നില്ല, ഫാൻ വീണുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ പറയലായിരുന്നു. പക്ഷെ അത് ഇത്രയും നാളും ഫിറോസ് എവിടെയും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ രേണു കഴിഞ്ഞ ദിവസം വീട് ചോരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ഇവരുടെ ബിസിനസ്സിനെ ബാധിക്കൂലേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇതേപോലെ ഒരുപാട് വീടുകൾ വെച്ച് കൊടുക്കുന്ന ആളാണ്. അപ്പം ഇവർ വെച്ച് കൊടുത്ത വീട് ചോരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് ആരെങ്കിലും വീട് വെക്കാനോ പരിപാടിക്കോ വിളിക്കോ? ഇല്ലല്ലോ. അപ്പോൾ ഇവർ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഇതേപോലെ എന്തുണ്ടെങ്കിലും രേണുവിൻ്റെ അച്ഛൻ വിളിക്കലാണ്. ഈ ബൾബ് കത്തുന്നില്ലെങ്കിലും ഫാൻ എന്താ പറയുക ഓണാവുന്നില്ലെങ്കിലും മോട്ടർ കത്തിപ്പോയാലെല്ലാം വിളിക്കലാണ്. അതായത് സഹായം കിട്ടിയൊരു വീട്, ആ വീട്ടിൽ സഹായം കിട്ടി, ഓക്കെ, ആ വീട് കിട്ടി. ഇനി ആ വീട് സൂക്ഷിക്കേണ്ട ആരുടെ കടമയാണ്? വീട് കിട്ടിയവരുടെ കടമയാണ്, അല്ലേ? അല്ലാതെ ഈ വീട് വെച്ച് തന്നവർ ആജീവനാന്തം ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ലല്ലോ. പക്ഷേ ഇവർക്ക് എപ്പോഴും പരാതിയാണെന്നാണ് ഫിറോസ് പറയുന്നത്. ഓക്കെ, അതെല്ലാം അവിടെ വിട്ട് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് രേണു വീണ്ടും ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്,
ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ മറുപടിയുമായിട്ട് എൻ്റെ അച്ഛൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് റോഷനുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞു വെച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പഴയ മഴവിൽ കേരളം എന്ന് പറഞ്ഞ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ രേണുസുതി കൊടുക്കുകയാണ്. ഈ രേണുസുതി കൊടുത്ത ഈ ഇൻ്റർവ്യൂവിലേക്ക് ഒരു എന്താ പറയുക, ഒരു നായകനെ പോലെ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എന്നുള്ള രീതിയിൽ രേണുസുധീൻ്റെ അച്ഛൻ കടന്നു വരികയാണ്. അതായത് നമ്മുടെ തങ്കഞ്ചേട്ടൻ കടന്നു വരികയാണ്. തങ്കഞ്ചേട്ടൻ കടന്നു വന്നിട്ടുണ്ടല്ലോ, തങ്കഞ്ചേട്ടന് ഭയങ്കര ദേഷ്യമാണ്. കാരണം ഈ ഫിറോസിനോടും പിന്നെ രേണുസുധീനെ കുറ്റം പറയുന്നവരോടൊക്കെ ദേഷ്യം കൊണ്ടിങ്ങനെ ജ്വലിക്കുകയാണ് തങ്കഞ്ചേട്ടൻ. അപ്പോൾ തങ്കഞ്ചേട്ടൻ ഇതിൽ പറയുന്ന 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂവിൽ തങ്കഞ്ചേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബിൽഡർ ഇവരെ ചീത്ത വിളിക്കും, ഈ ബിൽഡർ ഇവരെ പേടിപ്പിച്ചു, JCBയുമായിട്ട് വന്നിട്ട് ഈ വീട് അടിച്ച് നിരത്തും എന്നൊക്കെ പറഞ്ഞു, ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് തങ്കഞ്ചേട്ടൻ പറയുന്നത്. തങ്കഞ്ചേട്ടൻ ആരോപിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഫിറോസ് JCBയും കൊണ്ട് വന്നിട്ട് വീട് തകർത്ത് കളയും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. പിന്നെന്താണ്, ഇതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. പിന്നെ ഇതേപോലെ ഓരോ പ്രശ്നങ്ങൾ വന്ന് വിളിക്കുന്ന സമയത്ത് ബബ്ബ അടിക്കലാണ്. അതായത് ഒന്നും ചെയ്തു കൊടുക്കില്ല. ചെയ്തു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറ, ചെയ്തു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് സഹായം കിട്ടിയ ഒരു വീട്, ഞാൻ വീണ്ടും പറയുന്നു, സഹായം കിട്ടിയ വീട് അത് പിന്നീട് നോക്കേണ്ട കടമ എന്ന് പറയുന്നത് ഇവരുടേതാണ്. ആർക്കാണ് കിട്ടിയത് അവരുടേതാണ്. അപ്പോൾ അത് നോക്കാണ്ട് വെറുതെ എന്തുണ്ടെങ്കിലും അന്നേരം ഫിറോസിക്ക എൻ്റെ ബൾബ് കത്തുന്നില്ല ഓടി വായോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ ഇരിക്കുന്ന ആളുകളൊന്നുമല്ല. അവർക്ക് ഇതേപോലെ ഒരുപാട് പണിയും തിരക്കൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ ചിലപ്പോൾ വന്നില്ല എന്നൊക്കെ ഇരിക്കും. പക്ഷേ ഈ പറയുന്ന കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് പറയുന്നതിന് അതൊന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ എന്താണ് കൊടുക്കാതിരുന്നതെന്നും അല്ലെങ്കിൽ അത് കൊടുക്കാതിരുന്നിട്ടുണ്ടോയെന്നും എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമ്മളിപ്പോൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അതായത് രേണുസുധീൻ്റെ അച്ഛൻ വന്ന് തങ്കഞ്ചേട്ടൻ വന്ന് പറഞ്ഞ ഈ ഒരു കാര്യവും കൂടി ആളുകളൊന്ന് മുഖവിലക്കെടുക്കേണ്ടതാണ്. എന്തായാലും രേണുസുധീൻ്റെ അച്ഛനും വന്നിട്ട് ഭയങ്കര ജാടയിലിരുന്നിട്ടാണ് സംസാരിച്ചത്. അതായത് ഇവർ പൈസ കൊടുത്ത് 10-50 ലക്ഷം രൂപ കൊടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീടിന് പറ്റുന്ന മിസ്റ്റേക്കുകളില്ലേ, ആ മിസ്റ്റേക്കുകൾ നന്നാക്കാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് അവർ പ്രതികരിച്ചില്ലെങ്കിൽ, അതല്ലെങ്കിൽ പ്രതികരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ദേഷ്യപ്പെടും, അതേപോലുള്ള രീതിയിലായിരുന്നു തങ്കഞ്ചേട്ടൻ അവിടെ കിടന്ന് വരൽ പൂണ്ടത്. അപ്പോൾ തങ്കഞ്ചേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വീട് എടുത്തോ, എനിക്ക് ഈ വീടിൻ്റെ ആവശ്യമില്ല. അതായത് ഋതപ്പൻ, അതായത് ഈ പറയുന്ന രേണുസുധീൻ്റെ ഏറ്റവും ചെറിയ മോൻ, 5 വയസ്സുള്ള മോനെയും കൂടെ നിങ്ങൾ നോക്കണം. അതെന്ത് പരിപാടിയാണ്? അപ്പോൾ മോനെ നോക്കാനല്ലേ രേണു ഉള്ളത്, അല്ലെങ്കിൽ രേണുവിൻ്റെ വീട്ടുകാരുള്ളത്. അത് ഇനിയിപ്പം ബാക്കിയുള്ളവർ അല്ലെങ്കിൽ ഈ പറയുന്ന സഹായം ചെയ്തവർ തന്നെ നോക്കണം എന്നൊക്കെ പറയുന്നത് അതെവിടുത്തെ ന്യായം തങ്കഞ്ചേട്ടാ? അത് മാത്രം എനിക്ക് മനസ്സിലായില്ല. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫിറോസ് എന്താ പറയുക, ചെയ്തു കൊടുക്കാത്ത കാര്യങ്ങളെക്കുറിച്ചും ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അത് സത്യമാണോ അല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അത് മനസ്സിലായി. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ തങ്കഞ്ചേട്ടൻ പറയുന്നു, ഹൃദപ്പനെയും കൂടെ നോക്ക്, എൻ്റെ മോനെയും കൂടെ നോക്ക്, ഇല്ലാണ്ട് പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് പറഞ്ഞു. അതെന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ആ വീട് ഈ പറയുന്ന കുട്ടിക്കാണല്ലോ കൊടുത്തത്. അപ്പോൾ കുട്ടിയിൽ നിന്നും ആ വീട് മേടിക്കുന്ന സമയത്ത്, അതായത് വീട് വേണ്ട, നമ്മൾ ഇറങ്ങി പൊക്കോളാം, നമ്മൾ വാടക വീട്ടിലേക്ക് പൊക്കോളാം എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഈ പറയുന്ന കുട്ടീനെ നോക്കണമെന്നാണോ ഈ പറയുന്ന തങ്കഞ്ചേട്ടൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും കുട്ടീനെയും കൂടി നിങ്ങൾ നോക്കിക്കോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കുട്ടീനെ നോക്കാനോടെ രേണു ഉണ്ടല്ലോ. രേണു ജോലിക്ക് പോകുന്ന സമയത്ത് കുട്ടീനെ കൂട്ടുക, അല്ലെങ്കിൽ രേണു ജോലിക്ക് പോകുന്ന സമയത്ത് ഈ പറയുന്ന അച്ഛനും അമ്മയും കൂടെ നോക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ തോന്നുന്നു. ഭയങ്കര കലിപ്പായിരുന്നു എന്തായാലും തങ്കഞ്ചേട്ടൻ. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് ഇതാണ്, അതായത് ആരെയും സഹായിക്കാൻ വേണ്ടി പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളൊരാൾക്കൊരു സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർ നമ്മളെക്കുറിച്ച് മോശം പറയുമ്പോഴും അല്ലെങ്കിൽ ഇല്ലാ കാര്യങ്ങൾ പറയുമ്പോഴും അല്ലെങ്കിൽ ഈ നമ്മൾ ചെയ്തു കൊടുത്ത സഹായത്തിനെക്കുറിച്ച് അയ്യോ അത് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ അത് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറയുന്ന സമയത്ത് സഹായം ചെയ്തു കൊടുത്ത ആളില്ലേ, ഈ സഹായം ചെയ്തു കൊടുത്ത ആൾക്ക് അത് കുറച്ച് വിഷമം പിടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അധികം ഒന്നും സഹായം ചെയ്യാതിരിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതൊന്നും കേൾക്കേണ്ടി വരില്ലല്ലോ. എന്നിരുന്നാലും സംഭവം ഇങ്ങനെയാണ് ഇപ്പം നിലവിലുള്ളത്. അതായത് ഇവർക്ക് ഈ വീട് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണുസുതി ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. പിന്നെ രേണുസുതിക്ക് ഒരുപാട് സിനിമകളും ഷോർട്ട് ഫിലിമുകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് പൈസ വരാൻ വേണ്ടി തുടങ്ങി. അതുകൊണ്ട് തന്നെ
ഇനിയിപ്പോൾ ഈ ഒരു വീടില്ലെങ്കിലും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല, ഒരു വാടക വീട് ഇപ്പം എറണാകുളത്തേക്ക് വന്നിട്ട് ഒരു വാടക വീട് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ രേണുസുധീൻ്റെ വർക്കും അവിടെ നടക്കും. അതായത് സിനിമയിൽ അഭിനയിക്കലും ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കലും പരിപാടിയൊക്കെ നടക്കുകയും ചെയ്യും. ഈ പറയുന്ന എന്താ പറയുക, മറ്റുള്ളവർ അയ്യോ ദാനം കിട്ടിയ വീട് അല്ലെങ്കിൽ ഫ്രീ കിട്ടിയ വീട് എന്നൊക്കെ പറയുന്നത് കേൾക്കുകയും വേണ്ട. ആ ഒരു ചിന്താഗതിയാണെന്ന് തോന്നും. ബിഗ് ബോസിലേക്ക് ഇപ്പോൾ കയറാൻ വേണ്ടി പോകണോ, അപ്പം ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് കുറച്ച് പൈസ എല്ലാം കിട്ടും എന്നുള്ളതായിരിക്കും രേണുസുധിയും വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും ഇനിയിപ്പം കുറച്ച് പൈസകൾ ഇങ്ങനെ വന്ന് ചേരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഫ്രീ കിട്ടിയ അല്ലെങ്കിൽ ദാനം കിട്ടിയ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക സഹായത്തിൽ കിട്ടിയ വീട് ഇല്ലെങ്കിലും രേണുസുധിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഇന്നിപ്പോൾ തങ്കച്ചേട്ടൻ വന്നിട്ട് വളരെ വൈകാരികമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും തങ്കച്ചേട്ടൻ്റെ ഇൻ്റർവ്യൂ ഏതായാലും അടിപൊളിയായിരുന്നു. രേണുസുധീനെ അടുത്തിരുത്തിക്കൊണ്ട് രേണുസുധീനെ സൈഡാക്കിക്കൊണ്ട് തങ്കച്ചേട്ടൻ അങ്ങോട്ട് കസറി. അപ്പോൾ ഈ തങ്കച്ചേട്ടൻ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ അടുത്ത ദിവസം ഫിറോസിക്ക വന്നിട്ട് ഇതേപോലെ തന്നെ ഇതിനെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇൻ്റർവ്യൂ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സംഭവം എന്ന് പറയുന്നത്. ഈ രേണുസുധീൻ്റെ കോണ്ടൻറ്റ് എന്ന് പറയുന്ന സംഭവം ഇതിങ്ങനെ നിൽക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ബിഗ് ബോസ് തുടങ്ങുന്നവരെ രേണുസുധി ഇങ്ങനെ ലൈം ലൈറ്റിൽ ഇങ്ങനെ എല്ലാവരും ചർച്ച ചെയ്യുന്ന രീതിയിൽ എന്നും കാണും എന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു രേണുസുധീൻ്റെ ഒരു എന്താ പറയുക ഒരു സ്ട്രാറ്റജി അതായിരിക്കും. രേണുസുധീനോട് പലരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അതായത് ബിഗ് ബോസ് കയറുന്നവരെ ഇങ്ങനെ ലൈം ലൈറ്റ് നിൽക്കുക, ഓക്കെ, എന്നിട്ട് ബിഗ് ബോസിൽ കയറിയിട്ട് അടിപൊളി ഒരു അഭിനയം കാണിച്ചു വെക്കുക. അതായത് സാധാരണ നിലയിൽ പുറത്തുനിന്ന് നെഗറ്റീവ് ഉള്ള ആൾ ബിഗ് ബോസ് കയറുന്ന സമയത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര പോസിറ്റീവാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് രേണുസുധി പിടിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ബിഗ് ബോസ് കയറുമ്പം ആളുകൾ പുറത്തുനിന്ന് നല്ലത് പറയുന്ന രീതിയിൽ ഉള്ളിൽ അഭിനയിക്കും. കാരണം രേണുസുധിക്ക് നല്ല രീതിയിൽ അഭിനയിക്കാൻ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ കയറുമ്പോൾ രേണുസുധി എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും ഇനി ഈ പറയുന്ന നെഗറ്റീവ് പോസിറ്റീവ് ആവുന്ന പരിപാടി. അപ്പോൾ എന്താണ് രേണുസുധീൻ്റെയും തങ്കച്ചേട്ടൻ്റെയും ഇന്നത്തെ ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.